ഹായ് മക്കളെ, എടാ ഇത് യൂണിറ്റ് ആൻഡ് മെഷർമെന്റിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പൊ ആദ്യത്തെ പാർട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ പാർട്ട് നിർബന്ധമായിട്ട് കാണാം. വീഡിയോ സെക്ഷനിൽ നിങ്ങൾ പാർട്ട് കാണാം. എടാ വീണ്ടും പറയുന്നു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ക്ലാസ്സുകൾ കണ്ടു തുടങ്ങിക്കോളാം. 100% നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടമാവും. നിങ്ങൾ ഷുവറാണ്, നിങ്ങൾക്ക് 100% എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ പറ്റുമോ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് നിങ്ങൾ ആൻസർ ചെയ്യും. വളരെ ഈസി ആയിട്ട് സിമ്പിൾ വേലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. വളരെ ഈസി ആയിട്ട് സിമ്പിൾ ടെക്നിക്കലി നിങ്ങളെ പഠിപ്പിച്ചു തരാം. അപ്പോൾ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ കൃത്യമായിട്ട് കറക്റ്റ് ഓർഡറിൽ ക്ലാസ്സുകളുടെ ലിങ്കുകൾ അവിടെ കിട്ടും. ഇടാടാ, ഓക്കെ. ഇനി അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. സാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. സാർ റിപ്ലൈ തരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സമയം കളയണ്ട. നെക്സ്റ്റ് പാർട്ടാണ് നമ്മൾ അടുത്തയിലോട്ടാണ് പോകുന്നത്. സെക്കൻഡ് പാർട്ടാണിത്. സോ നമ്മൾ 7 SI യൂണിറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പേരുകളാണ് എന്ത്? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ്, അതുപോലെ തന്നെ ലൂമിനസ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ലൂമിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ബേസിക്കലി ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണ്? ഡയമെൻഷൻ എന്നാണ്. അപ്പൊ നമ്മൾ ഇനി പഠിക്കുന്നത് ഡയമെൻഷനെ കുറിച്ച് പഠിച്ചാലാണ് നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് ഇതുപോലെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഈ സെക്ഷന്. ഇത് പഠിച്ചാലേ നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ചെയിൻ പോലെയാണ് ഇത് കിടക്കുന്നത്. മനസ്സിലായടാ? അല്ലാണ്ട് ഇതിന്റെ ഇടയിൽ കയറ്റി നമുക്കൊരു സാധനം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. അത് ആദ്യമേ പറയാം. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഇത് കറക്റ്റ് ഓർഡറിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കറക്റ്റ് പഠിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള ചാപ്റ്റേഴ്സ്, ചില ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാം. പക്ഷേ യൂണിറ്റ് ആൻഡ് മെഷർമെന്റിൽ അങ്ങനെ പറ്റില്ല. ഒരു കറക്റ്റ് ഓർഡറിൽ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ സെക്ഷൻ പഠിച്ചാൽ അടുത്ത സെക്ഷൻ എളുപ്പമായിരിക്കും, അടുത്ത സെക്ഷൻ എളുപ്പമായിരിക്കും. ഒന്നും ടഫ് ഉള്ളതില്ല. എല്ലാം ഈസിയാണ്. ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണാം, ഒരു നോട്ട്സ് ഉണ്ടാക്കുക, അത്രേ ആവശ്യമുള്ളൂ. എടാ നമുക്ക് ബേസിക്കലി അറിയാം, ഡയമെൻഷൻ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ലടാ. ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡയമെൻഷൻ. ഇപ്പൊ ലെങ്ത്തിന്റെ ലെറ്റർ എടാ, ഈ ലെങ്ത്തിൽ തുടങ്ങുമ്പോഴുള്ള ലെറ്റർ ഇല്ലേ, ദാറ്റ് ഈസ് ഡയമെൻഷൻ. ഡയമെൻഷൻ വരക്കുമ്പോൾ എപ്പോഴും ഇതിനൊരു സ്ക്വയർ ക്ലോസ്ഡ് ഇടണം. ഇത്രയും ആവശ്യമുള്ളൂ. ആ ലെങ്ത്തിന്റെ ആദ്യത്തെ ലെറ്ററിലടാ എല്ല്, അത് തന്നെ ഇടുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക? ഒരു സ്ക്വയർ ബോക്സ് അടിച്ചു കഴിഞ്ഞാൽ എന്തായി? ലെങ്ത്തിന്റെ ഡയമെൻഷനായി. അത്ര സിമ്പിൾ ആണ്. കൂടുതൽ തലയിൽ കയറി ഭ്രാന്തായി പഠിക്കേണ്ട ആവശ്യമില്ല. ആ എല്ലിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടാം. ക്ലിയർ അല്ലേ? അപ്പൊ മാസം എല്ലാരും എന്ന് പറഞ്ഞാൽ മാസം എങ്ങനെ ആയിരിക്കും? സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. അപ്പൊ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം ഉപയോഗിക്കാം എന്നുള്ളത് ബേസിക് നോളജ് നിങ്ങളെ മണ്ടമ്പിൽ ഉണ്ടാവട്ടെ. നമ്മൾ സാധാരണ മീറ്റർ പറഞ്ഞ പോലെ സ്മോൾ ലെറ്ററിലല്ല കൊടുക്കുന്നത്. ലെങ്ത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആണ്. മാസ് അതുപോലെ തന്നെ M ആണ്. അതുപോലെ തന്നെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോട്ടെ, നമ്മളെ ടൈം സെക്കൻഡിൽ നിന്നും എഴുതരുത്. ആദ്യത്തെ ലെറ്റർ തന്നെ ഉപയോഗിച്ചാൽ മതി നിങ്ങൾ, T എന്ന് പറയുന്ന ലെറ്റർ. അപ്പൊ 3 കേസിൽ നമ്മൾ ആദ്യത്തെ ലെറ്റേഴ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് LMT അല്ലെ? ലെങ്ത്തിന്റെ L ആണ്, മാസിന്റെ ഡയമെൻഷൻ M ആണ്, അതുപോലെ ടൈമിന്റെ ഡയമെൻഷൻ എന്താ T ആണ്. അതേപോലെ നമ്മൾ പഠിക്കുന്ന ഇലക്ട്രിക്കൽ കറന്റ് ആണ്. നമുക്കറിയാം ഇലക്ട്രിക്കൽ കറന്റിന്റെ സിമ്പലും നെയിമും എന്താണ്? ആംബിയർ ആണ് പഠിച്ചത്. സെയിം തന്നെ പഠിച്ചോ? എന്താടാ? ആംബിയർ അല്ലെ? നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ഇലക്ട്രിക് കറന്റിന്റെ സിമ്പിൾ അല്ലെ? ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറയുന്നുണ്ട് എന്താണ്? ആംബിയർ ആണ്. അറിയാത്തൊരു പഠിച്ചോ? ഡയമെൻഷൻ അതേ സെയിം തന്നെടാ. ടെമ്പറേച്ചർ എല്ലാവർക്കും അറിയാം, കെൽവിൻ ആണ് അല്ലെ? കെൽവിൻ ആണ് സാറ് ടെമ്പറേച്ചർ. സോ നമ്മളെ K ആണ് നമ്മളെ ടെമ്പറേച്ചർ. അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ പഠിച്ചത് എന്താടാ? മോൾ ആണ്, MOL ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ എഴുതരുത്. അതിന്റെ നെയിം ആണ് മോള്, MOLE. പക്ഷെ അതിന്റെ സിമ്പിൾ പറഞ്ഞില്ലേ, MOL. ആ സിമ്പിൾ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് മോള്. അടുത്ത ലൂമിനസ് ഇന്റൻസിറ്റി എല്ലാവർക്കും അറിയാം. കാൻഡില്, വിളക്ക്, കാൻഡില. അപ്പൊ നമുക്ക് എന്താടാ? CD അല്ലെ? നമ്മൾ എന്താടാ? കാൻഡില. CD ആണ് നമ്മൾ എന്ത് ചെയ്യാടാ? ഇതിനെന്താടാ നമ്മള് റെപ്രസെന്റ് ചെയ്യുന്നത്? CD. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്താണ്? മോൾ ആണ്. ടെമ്പറേച്ചർ എന്താണ്? K ആണ്. അപ്പൊ ഇത് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. ഇത് എക്സാമിന് എന്താ ഡയമെൻഷൻ എന്നല്ല ചോദിക്കുന്നത്. ഡയമെൻഷൻ കാണാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ബേസിക്കലി ഇതറിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇതറിയാണ്ട് നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. ഇത് അറിയാന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താടാ പഠിക്കാൻ പണി? ലെങ്ത്തിന്റെ L ആടാ, മാസിന്റെ M ആടാ, ടൈമിന്റെ T ആടാ, ടെമ്പറേച്ചർ അളക്കം നമ്മൾ എപ്പോഴും എന്തിലാടാ? കെൽവിൻ ആണ്. അതുപോലെ ഇലക്ട്രിക്കൽ കറന്റ് അളക്കം എപ്പോഴും നമ്മൾ എന്താടാ? ആംബിയർ ആണ്. ലൂമിനസ് അളക്കം നമ്മൾ എന്താണ്? വിളക്കിന്റെ ആണ്, കാൻഡില. ദാറ്റ് ഈസ് CD ആണ്. അതൊന്നും വലിയ കാര്യമില്ല. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആണ്. അപ്പൊ ഇത് പഠിക്കുക എന്ന് പറഞ്ഞത് വലിയ ടഫ് ഇല്ലടാ. നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞടാ. നിങ്ങൾ അടച്ചു വെച്ചിരുന്ന് ആലോചിച്ചൊന്ന് പറഞ്ഞു നോക്കുക, നിങ്ങൾക്ക് പറയാൻ പറ്റുമോടാ? ഓക്കെ, സോ ഈസി വൺ. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാടാ. അടുത്ത സെക്ഷൻ പറയുന്നതാടാ
ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നാണ്. ഇവിടുന്നാണ് നമ്മളെ കഥ ആരംഭിക്കുന്നത്. ഇവിടുന്നാണ് നമ്മളെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. നമുക്ക് ഇനി എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാണ്. അപ്പൊ ഞാൻ പറയുന്നത് വാട്ട് ഈസ് ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എക്സാമിന് വരാതിരിക്കാം, അത്രയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള സെക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ ഓരോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ എന്താ പറയുന്നത് വാല്യൂ കണ്ടെത്തുന്നുണ്ട്, ഓക്കെ, അതിന്റെ ഡയമെൻഷൻ കണ്ടെത്തുന്നുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി അറ്റ്ലീസ്റ്റ് വെച്ചാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. അപ്പൊ നോട്ട് ചെയ്തോടാ, ഞാൻ ഡെഫിനേഷൻ കറക്റ്റ് സിമ്പിൾ വേർഡ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും ഉണ്ടടാ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ട്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിക്കുക. എന്താ ഈ ഫണ്ടമെന്റൽ, എന്താ ഈ ഡിറൈവ്? ഫണ്ടമെന്റലിൽ നിന്ന് ഊരിയെടുത്തതാണ് ഡിറൈവ്ഡ് അല്ലെ? അങ്ങനൊക്കെ തോന്നും. ആ തോന്നുന്ന പോലെ തന്നെയാണ് കാര്യങ്ങളും എടുക്കുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എടാ ഇൻഡിപെൻഡന്റും ഉണ്ട് ഡിപെൻഡന്റും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരാളെ നമ്മളിപ്പോ ജീവിക്കുന്നത് നമ്മളെ അല്ലെ, നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അല്ലെ, പാരന്റ്സിന്റെ ചെലവിലായിരിക്കും നിങ്ങൾ ജീവിക്കുന്നുണ്ടാവുക. പക്ഷെ എല്ലാ ആളുകളും അങ്ങനല്ല. ചില ആളുകൾ എന്ത് ചെയ്യും, ഇൻഡിവിജ്വൽ ആയിട്ട് ജീവിക്കുന്ന ആളുകൾ, ആരും ഡിപ്പെൻഡ് ചെയ്യാതെ സെൽഫായിട്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പോ സെൽഫായിട്ട് ജീവിക്കുന്ന സ്വമേധയാ ജീവിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യാം, ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. മറ്റാളെ ഡിപ്പെൻഡന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഡിപെൻഡന്റ്. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും ആശ്രയിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡന്റിന്റെ എക്സാമ്പിൾ എന്തൊക്കെ പറയാം? ലെങ്ത് ഉണ്ടടാ, മാസ് ഉണ്ടടാ, ടൈം ഉണ്ടടാ. നിങ്ങൾ ആലോചിച്ച് നോക്കെ, ഇപ്പൊ ലെങ്ത് ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെ. ഇപ്പൊ ഒരു വസ്തുവിന്റെ നീളം എന്ന് പറയുന്നത് മറ്റൊന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ നീളം അതിന്റെ നീളം അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും അല്ലെ. മാസ് എന്ന് പറയുന്നത്, ഒരു വെയിറ്റ് എന്ന് പറയുന്നത് മറ്റൊന്ന് കൂടുമ്പോൾ ഇതിന്റെ വെയിറ്റ് കൂടുക, അങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മളൊരു സാധനം, ഇവിടെ സാധനം ഉണ്ട്, അപ്പൊ നമ്മൾ മറ്റുള്ള എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ അതിന്റെ വെയിറ്റ് കുറയാന്നുള്ള പറഞ്ഞ ഒരു സങ്കല്പമില്ല, മനസ്സിലായില്ലേ? അതുപോലെ സമയം അതുപോലെ തന്നെ, സമയം പോയിക്കൊണ്ടേയിരിക്കും, റൺ ചെയ്തുകൊണ്ടേയിരിക്കും, അത് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഒരു ക്ലോക്കിലെ സൂചി ഇപ്പൊ എന്താ പറയാ, സമയം നല്ല വെയിൽ കൂടിയത് കൊണ്ട് നല്ല സ്പീഡിൽ കറങ്ങുന്നൊന്നും നമ്മൾ പറയാറില്ല അല്ലെ. എപ്പോഴും നമ്മളെ ടൈം എന്താണ്, ഫിക്സ്ഡ് ആണ്. ഏതെങ്കിലും ക്ലോക്ക് കിടന്ന ഡിപ്പെൻഡഡ് എന്നല്ലാണ്ട് സമയം ഓൾറെഡി എന്താണ്, യൂണിവേഴ്സിൽ ഒരേപോലെ നമ്മൾ റൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നില്ല, ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാം. ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ജസ്റ്റ് എന്താന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അത് അത്രയും വാട്ട് ഈസ് ഫണ്ടമെന്റൽ ഡിറൈവ്ഡ് അങ്ങനെയല്ല എക്സാമിന് ചോദിക്കാം. എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വേറെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്താണെന്നുള്ളത്. എടാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആരെ എന്നറിയോ? ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയെന്നറിയോ? ഇവന്മാരെ ഇതിന്റെ മുന്നേ പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യാം എന്ന് ആലോചിച്ചോക്കെ. അപ്പൊ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചോദിച്ചാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഈ ലെങ്ത്, മാസ്, ടൈം പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ ഇവിടെ നിങ്ങൾ പറയുന്നത്, ഇവിടെ എക്സാമ്പിൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ എക്സാമ്പിൾ ആണ് വെലോസിറ്റി അല്ലെങ്കിൽ ഫോഴ്സ് അല്ലെങ്കിൽ ഡെൻസിറ്റി. ഇപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണാം ഒന്ന് പറഞ്ഞ മക്കളെ, എല്ലാവർക്കും അറിയുന്ന ഒരു സാഹചര്യം വെലോസിറ്റി അല്ലെ. നമുക്കൊരു സാധനത്തിന്റെ വേഗത, അപ്പൊ എന്റെ വേഗത അറിയണമെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ നിന്നു, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നടക്കുക അല്ലെങ്കിൽ ഓടുകയാണ്. അപ്പൊ ഞാൻ ഇത്രയും ഭാഗം ഓടി അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ മുതൽ ഈ ബോർഡിന്റെ ഇത്രയും എൻഡ് വരെ ഞാൻ ഓടി. അപ്പൊ ഓടി എന്ന് പറഞ്ഞാൽ ഞാൻ കവർ ചെയ്ത സ്ഥലം, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഐ കവേർഡ് അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് ഞാൻ എത്ര സ്ഥലത്തിൽ പോയി എന്നുള്ളത്, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് അല്ലെ. ഡിസ്റ്റൻസ്. ഇനി എത്ര ടൈം കൊണ്ടാണ് ഞാൻ പോയത്? 1, 2, 3, 4, 5 സെക്കൻഡ് കൊണ്ട്. ചിലപ്പോൾ ഞാൻ 5 സെക്കൻഡ് കൊണ്ടായിരിക്കും ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഓടി എത്തിയിട്ടുണ്ടാവുക. അപ്പൊ അപ്പോഴാണ് നമ്മളെ വേഗത പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, ഞാൻ എത്ര പോയി എന്നുള്ളത്. അപ്പൊ ജനറലി അതിനെ പഠിച്ച ഒരു ട്രിക്കാണ് സാർ പറയുന്നത്. അപ്പൊ ഇനി എവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞാലും നമ്മൾ ഓടിയ ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ നമ്മൾ എത്ര ടൈം എടുത്ത് ഓടാൻ വേണ്ടി, ദാറ്റ് ഈസ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഡിസ്റ്റൻസും ടൈം ഒക്കെ എവിടെ കിടക്കുന്നത്? നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഡിസ്റ്റൻസ് അളക്കുന്നത് എന്തിലാ, ലെങ്തിലാണ്. ടൈം അളക്കുന്നത് എന്താണ് അല്ലെ, ടൈം ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പൊ ടൈമും ലെങ്ത് ഒക്കെ എവിടെ ഉള്ളതാ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉള്ളതാ. സോ വാട്ട് ഈസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി? ഇറ്റ് ഈസ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ആർ നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, which are depend on the fundamental quantity. എടാ ഇവിടെ നോട്ട് ഒന്നുമില്ല കേട്ടോ, ഞാൻ എഴുതിയത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, it is the physical quantity which are depend on the fundamental quantity. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, എന്താടാ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആടാ വെലോസിറ്റി, ഫോഴ്സ്, ഡെൻസിറ്റി, പ്രഷർ, അങ്ങനെ കുറെ ഉണ്ട്. ഇത് 4-5 എന്നല്ല, കണ്ടമാനുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ വിട്ടുകളയാം, അതൊക്കെ നമുക്ക് ഇനി ഓരോന്നായിട്ട് പഠിക്കാം. ഇപ്പൊ ഇതിലുള്ള ഓരോന്നും നമ്മൾ പഠിക്കാൻ പോവാണ്. ഫോഴ്സ്, ഡെൻസിറ്റി, പ്രഷർ, ഇത് മാത്രമല്ല ഏകദേശം 12 നമുക്ക് പഠിക്കാനുണ്ട്. 12
അതിൽ ഏത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. അത് വെച്ചിട്ട് അടുത്ത സെക്ഷൻ ഇടാ. അപ്പൊ ഈ വരുന്ന ഇനി 12 എണ്ണം നമ്മൾ പഠിക്കണം. കിളി പോയ 12 എണ്ണം സാറ് എന്റെ തല കറങ്ങുന്നത്, അങ്ങനെ ഒന്നും പേടിക്കണ്ടടാ. ഈസിയാണ്. നിങ്ങൾ നോക്കി നോക്ക്, 12 എണ്ണം ഈസിയാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡിസ്റ്റൻസ് ബൈ ടൈം ഇങ്ങനെ നമ്മൾ പഠിക്കും, ഓരോന്ന് പഠിക്കും. അത് പഠിക്കണടാ, അത് ഇമ്പോർട്ടന്റ് ആടാ. അത് വെച്ചും കൊണ്ടാണ് നമുക്ക് ഇനി ഭാവി +1 മാത്രമല്ലേ, നമുക്ക് +2 കൂടെ ഓടാനില്ലേ. അപ്പൊ ഭാവിയിലോട്ട് നമുക്ക് ഓടാനില്ല. അപ്പൊ ഇതൊക്കെ ബേസ് ആണ്. അതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിലാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. കേട്ടോ, സിമ്പിൾ ആണ്. നിങ്ങൾ നോക്കി നോക്കുക, വളരെ ഈസി ആയിട്ട്. അതൊക്കെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസുകളാണെന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കുക. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാട്ട് ഈസ് ദി ഡയമെൻഷണൽ ഫോർമുല? ഇനി വരുന്നത് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എക്സാമിന് ചോദിക്കും വാട്ട് ഈസ് ദി ഡയമെൻഷണൽ ഫോർമുല. അപ്പൊ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ ഈ ബോക്സ് ഇട്ട് എഴുതുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡയമെൻഷൻ. ഫോർ എക്സാമ്പിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആണ്, മാസ് എന്ന് പറഞ്ഞാൽ M ആണ്. ഇങ്ങനെ എഴുതുന്നതിന് ഡയമെൻഷൻ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ നമ്മൾ എല്ലാത്തിനെയും കാണാൻ പോവാണ്. ഏരിയയുടെ എന്താ, വോളിയത്തിന്റെ എന്താ, ഡെൻസിറ്റി, വെലോസിറ്റി, സ്പീഡ്, ആക്സലറേഷൻ, ഫോഴ്സ്, മൊമെന്റം, പവർ, പ്രഷർ, വർക്ക്, ഗ്രാവിറ്റി ഇമ്പോർട്ടന്റ് ആട്ടോ എക്സാം. അതിന്റെ അടുത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇവിടെ സ്ലൈഡിൽ ഇട്ടിട്ടില്ല. ഗ്രാവിറ്റി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ചോദിച്ചാൽ ഗ്രാവിറ്റി ഇതില്ല, നമ്മൾ ചെയ്യുന്നുണ്ട്, സെക്ഷനിലുണ്ട് കേട്ടാ. അപ്പൊ ഇതിന്റെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യടാ, ഡയമെൻഷണൽ ഫോർമുലകൾ കാണാൻ പോവാണ്. ആരും കിളി പോണ്ട, വളരെ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് 100% എക്സാമിന് ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് ഇത്. ഇത് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്ക് വരുന്നത് അതാണ് മർമ്മ ക്വസ്റ്റ്യൻ. മാത്സ് ഉപയോഗിച്ചും കൊണ്ട് വളരെ ഈസി ആയി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻ. ഓക്കേടാ, അത് 3 മാർക്കിന്റെ ഡെറിവേഷൻ ഒക്കെയാണ്. ഡെറിവേഷൻ എന്നൊന്നും പറയാൻ പറ്റൂല. അതിനൊന്നും 2 സ്റ്റെപ്പിൽ സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ 3 സ്റ്റെപ്പിൽ സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. വലിയ ടഫ് ഒന്നും ഇല്ലടാ, ഈസി. ഓക്കെ, നമുക്ക് ഓരോന്ന് ചെയ്ത് പോവാം. ഓരോന്ന് ഓർഡറിൽ നമുക്ക് പോവാം മക്കളെ. എടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിക്കോടാ. വാട്ട് ഈസ് ദി ഡയമെൻഷണൽ ഫോർമുല ഓഫ് 3 എണ്ണാണ്. നമ്മൾ ഓരോന്ന് കാണാം മക്കളെ. നമ്മൾ ഒന്നിച്ച് പഠിക്കണ്ടടാ. ഓരോന്നായിട്ട് നമുക്ക് പതുക്കെ എന്ത് ചെയ്യടാം, ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ഓരോന്ന് പഠിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഏരിയ എന്താന്ന് നോക്കാം. അപ്പൊ ഞാൻ 3 എണ്ണാണ് ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത മൂന്നെണ്ണം അങ്ങനെ പഠിച്ചു പോവാം. നിങ്ങൾ ഒരൊറ്റ ഹെഡർ ഇട്ടാൽ മതി. 1 2 3 4 എന്ന് പറഞ്ഞ അടിച്ച് 12 എണ്ണം വരെ നമ്മൾ പോകും. ഗ്രാവിറ്റി വരെ നമ്മൾ പോകും. ഓക്കെ, 12 എണ്ണം ഉള്ളത് 12 എണ്ണം വരെ നമ്മൾ കാണും കേട്ടാ. അപ്പൊ ഞാൻ ഈ സ്ലൈഡിൽ ഇപ്പൊ ചെയ്യുന്നത് ഏരിയ, വോളിയം, ഡെൻസിറ്റി ആണ് കേട്ടാ. അപ്പൊ നമ്പർ 1 ഇട്ട് എഴുതിക്കോ, ഏരിയ. അണ്ടർലൈൻ ചെയ്യാം, ഏരിയ. എല്ലാവർക്കും അറിയാം അല്ലെ, ഏരിയ ഒക്കെ വളരെ സിമ്പിളാ മക്കളെ. എടാ, ഒരു റെക്ടാംഗിൾ ലെങ്ത്, ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതി. മലയാളം മീഡിയം ആണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ആണ്, എല്ലാവർക്കും അറിയാം. നീളം എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഉയരാണ് അല്ലെ. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് നോർമലി നമ്മൾ ഒരു സാധാരണ ഒരു ഏരിയ പറയാം. അപ്പൊ എല്ലാവരും ചോദിക്കും, സാർ റെക്ടാംഗിളിന്റെ കേസിലല്ല. അപ്പൊ നമ്മൾ സ്ക്വയറിന്റെ കേസിലാണെങ്കിൽ ഇത് തന്നെയാണ്. സ്ക്വയറിന്റെ കേസിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് തന്നെയാണ്. എല്ലാ സൈഡും സെയിം ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളിത് ലെങ്ത് ഇത് ബ്രെഡ്ത്ത് ആണെങ്കിൽ L ഇൻറ്റു B. അപ്പൊ സ്ക്വയറിന്റെ കേസിലാണ് ഇതിപ്പോ 2 ഇത് 2 എല്ലാം സെയിം ആണ്. പക്ഷെ 2 × 2 എന്താണ്, 4 ആണ് അതിന്റെ സ്ക്വയർ ഏരിയ. അപ്പൊ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 ഇവിടെ 2 ആണെങ്കിൽ 3 × 2 എത്രയാണ്, 6 ആണ്. ഇതിന്റെ 6 ആണ്. അപ്പൊ ഒബ്വിയസ്ലി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ജനറലി നമ്മൾ എന്താടാ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആടാ ജനറലി എന്താടാ ഏരിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യടാ, A = ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, LB എന്നാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി പറ മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാ, നേരത്തെ നമ്മൾ 7 എണ്ണത്തിന്റെ ഡയമെൻഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ എന്താടാ, ലെങ്ത്, നീളം അല്ലെ. ലെങ്ത്തിന് നമ്മൾ എന്താണ്, ആ ലെറ്ററിന്റെ ആദ്യ ലെറ്ററല്ലേ ഉപയോഗിച്ചത്, ദാറ്റ് ഇസ് ലെങ്ത്തിന്റെ. സോ അല്ലേ. ബ്രെഡ്ത്തും നമ്മൾ എന്തായിട്ട് അളക്കുക, പറ മക്കളെ. ബ്രെഡ്ത്തും എന്താടാ, നമ്മൾ അതിന്റെ വീതിയും നമ്മൾ അളക്കുന്നത് എന്താടാ, ബ്രെഡ്ത്തും എന്താണ്, എല്ലായിട്ടാണ് അളക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് L × L കിട്ടും. മാത്തമാറ്റിക്കലി L × L എന്താ, X × X എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താടാ പറയാ, പറ മക്കളെ, x² എന്നല്ലേ പറയാ. അതേപോലെ L × L ന് നമുക്ക് എന്ത് പറയാം, L² എന്ന് പറയാം. അതിനെ കോമൺ ആയിട്ട് എന്ത് ചെയ്യടാ, ബോക്സ് ഇടാം. അപ്പൊ ഏരിയയുടെ ഡയമെൻഷൻ കിട്ടി. ഏരിയയുടെ ഡയമെൻഷൻ എന്താടാ, L² ആണ്. ഏരിയയുടെ ഡയമെൻഷൻ എന്താടാ, L² ആണ്. അപ്പൊ എല്ലാരും നോട്ട് ചെയ്യാ, ഏരിയയുടെ ഡയമെൻഷൻ എന്താടാ, L² ആണ്. ഇനി രണ്ടാമത്തെ നമ്മൾ നോക്കുന്നത് എന്താ, വോളിയം. എല്ലാരും ഹെഡിങ് എഴുതേ, വോളിയം. എല്ലാരും ഹെഡിങ് ചെയ്ത് മക്കളെ, വോളിയം. എടാ, എന്തിനെങ്കിലും ഒരു സാധനത്തിന്റെ വോളിയം കാണുകയാണെങ്കിൽ, ഇപ്പൊ ഒരു എന്താ പറയുക, ക്യൂബിക്കിന്റെ, ഇപ്പൊ ഞാനൊരു ബോക്സിന്റെ, ഒരു ക്യൂബിന്റെ ഒരു വോളിയം കാണാണെങ്കിൽ നമുക്കറിയാം ലെങ്ത് ഉണ്ടാവും, ബ്രെഡ്ത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും, ഹൈറ്റ് ഉണ്ടാവും അല്ലെ. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, 3 കേസാണ് വോളിയം ഉണ്ടാവുക അല്ലെ. അപ്പൊ വോളിയം V = അല്ലെ അതിന്റെ ഏരിയ
വോളിയത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് എന്ത് പറയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയാം. വോളിയം വി എന്താണ്, സിംപ്ലി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇതൊക്കെ ഇത് നമ്മൾ എവിടെ, ഇതൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ക്യൂബോർഡ് അല്ലെങ്കിൽ ക്യൂബിന്റെ കേസ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ലെങ്ത് നമ്മൾ അളക്കുന്നത് എന്ത്, എപ്പോഴും എന്തിലാണ്, എൽ അല്ലേ. നിങ്ങൾ അളക്കുന്നത് എന്താ, ഡയമെൻഷൻ എന്താ, എൽ അല്ലേ. ബ്രെഡ്ത്ത് അളക്കുന്ന ഡയമെൻഷൻ എന്താ പറയാ മക്കളെ, അതും ബി അല്ലേ, സോറി എൽ അല്ലേ. ബ്രെഡ്ത്ത് വീതി ആണെങ്കിലും അല്ലെ, ഹൈറ്റ് ഉയരമാണെങ്കിലും നമ്മൾ എന്താണ്, എൽ ആണ്. അപ്പൊ 3 എല്ലുകൾ ഗുണിച്ചാൽ എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ എന്താ, എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എക്സ് ക്യൂബ് അല്ലേ. അപ്പൊ എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ എന്താ, എൽ ക്യൂബ്. വളരെ ഈസി അല്ലേടാ, ഡയമെൻഷൻ എന്താടാ, എൽ ക്യൂബ്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത കളികൾ ഇട്ടാ. അപ്പൊ പഠിച്ചോ, വോളിയം ഇമ്പോർട്ടന്റ് ആണ്, വോളിയം. ഇപ്പൊ 2 ഇനി മൂന്നാമത്തെ നമുക്ക് എന്താ നോക്കാം, ഡെൻസിറ്റി എന്താന്ന് നോക്കാം. മൂന്നാമത്തെ കേസ് എന്താ നോക്കാം, ഡെൻസിറ്റി. ഡെൻസിറ്റി 3 എല്ലാവരും നോട്ട് ചെയ്യടാ. മൂന്നാമത്തെ എന്താ നമ്മൾ നോക്കുന്നത്, ഡെൻസിറ്റി. മക്കളെ അപ്പൊ ഇങ്ങനെ നോക്കി പോവാടാ, ഈസി ആയിട്ട് നമുക്കിത് പഠിക്കാടാ. ഒരു ടെൻഷനോ ടഫോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട മക്കളെ, ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം എടാ. എടാ ഇനി നമ്മൾ പഠിക്കുകയാണ് ഡെൻസിറ്റി ഡി എന്താ. എടാ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. മക്കളെ കുറെ പേർക്ക് ഇവിടുന്ന് പ്രശ്നം തുടങ്ങും, സാറേ മാസ് ബൈ വോളിയം ഞാനിത് ഓർക്കാൻ എന്താ ചെയ്യാ, അതാണ് കുറെ പേർക്ക് പ്രശ്നം അല്ലെ. എന്താണ് ഡെൻസിറ്റി, മാസ് ബൈ വോളിയം, ഇത് ഓർക്കാൻ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കട്ടിപ്പ്, ഒരു കട്ടി ഗാഢത എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര ഡെൻസിറ്റി, ആ വെള്ളത്തിന് ഭയങ്കര ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഗാഢത എന്നാണ് മീനിങ് മലയാളത്തിൽ പറയുമ്പോൾ. അപ്പൊ ആ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന്റെ മാസ് അല്ലെ, ആ മാസ് എന്ന് പറയുന്നത് എത്രയാണോ അതിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അതിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്, അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ +1 സയൻസ് കുട്ടികളാണ്, ഈ +2 പഠിച്ച് നല്ല മാർക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണം. അതുപോലെ എൻട്രൻസിന് പോകുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, എൻട്രൻസിന് പോകാത്ത ആളുകളുണ്ടാവും. എന്തായാലും നമുക്ക് ബേസിക്കലി ഒരു ഡെൻസിറ്റി ഒക്കെ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മുടെ പേര് നമുക്കറിയാലോ, നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ പേര് നമുക്കറിയാലോ. അതേപോലെ നമ്മൾ പഠിക്കടാ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ, മാസ് ബൈ വോളിയാണ്. സോ മാസ് എന്താണ്, വോളിയം എന്താണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. നമുക്കറിയാം മാസ് അളക്കുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മാസിന്റെ ഫസ്റ്റ് ലെറ്ററിനെ നമ്മൾ ഉപയോഗിച്ചു എം അല്ലെ, മാസ്. എടാ വോളിയം നമ്മൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ വോളിയം ഇനി കണക്ഷനാ പോകുന്നേ, മനസ്സിലായില്ലേ, ഇനിയൊക്കെ കണക്ട് ചെയ്ത് പോവാണ്. വോളിയം നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്താണ്, എൽ ക്യൂബ് ആണ്. നമുക്ക് വോളിയം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്താടാ, എൽ ക്യൂബ് ആണ്. ഓക്കേടാ. ഇനി താഴെയുള്ള എന്തൊരു സാധനത്തിലോട്ട് നമ്മൾ മേലോട്ട് കൊണ്ടുപോകാൻ പറ്റും, അതായത് മാക്സിൽ 1/x എന്ന് പറഞ്ഞാൽ x⁻⁻1 ആണ്. ട്രസ്റ്റഡ് ആണോ നിങ്ങള്? ഈ 1/x എന്ന് പറഞ്ഞാൽ എക്സിന്റെ മണ്ഡപം ഒന്നുണ്ട്. യഥാർത്ഥത്തിൽ 1/x എന്ന് പറയുമ്പോൾ മാക്സിൽ അവിടെ എക്സിന്റെ മണ്ഡപം ഒന്നുണ്ട്. അത് മുകളിലോട്ട് വരുമ്പോൾ x⁻⁻1 എന്താവും, -1 ആവും. അല്ലെങ്കിൽ 1/x² മുകളിലോട്ട് വരുമ്പോൾ എന്താ അവിടെ x⁻⁻2. സെയിം കോൺസെപ്റ്റ്. സോ അടുത്ത സ്റ്റെപ്പ് എന്താ കൂടാ, വളരെ ഈസി ആയിട്ട് പറയാം, m. അതുപോലെ l മുകളിലോട്ട് വന്നാൽ l⁻⁻3 എന്തിലൂടാ, -3. ഇതാണ് നമുക്ക് ആൻസർ വരെ എന്താടാ, m l⁻⁻3. ഇതൊന്ന് ചേർത്ത് എഴുതാം, 2 ബ്രാക്കറ്റ് അല്ലെ. ഒരു വീട്ടിൽ 2 ബ്രാക്കറ്റ് വേണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രാക്കറ്റിൽ തന്നെ നമുക്ക് എഴുതാം. ഞാൻ ഇവിടെ എഴുതും തൽക്കാലം, m l⁻⁻3 ദാറ്റ് ഈസ് ഡെൻസിറ്റി, m l⁻⁻3. ശരിക്കും നമുക്ക് ഇത് കാണാതെ പഠിക്കണം. ഇനി m l⁻⁻3 എല്ലാത്തിൻ്റെ അറിയേണ്ട കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ ഇത് വെച്ചിട്ടും കൊണ്ടാണ് അടുത്ത സെക്ഷനിലോട്ട് പോകുന്നത്. അപ്പൊ ഡെൻസിറ്റിന്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയമെൻഷൻ എന്താണെന്ന് നമുക്ക് അറിയണം. ദാറ്റ് ഈസ് m l⁻⁻3. എന്താടാ, m l⁻⁻3. ഞാൻ പറയുന്നത് കുറെ കഴിയുമ്പോൾ നമുക്ക് ബൈഹാർട്ട് ആവും കേട്ടാ. ഇത് കൂടെ പഠിക്കുമ്പോൾ നമുക്കത് ബൈഹാർട്ട് ആയിക്കോളും, നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടാ. ഓക്കെ. ഇനി അടുത്ത സെക്ഷനാണ് വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ. ഇവരൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാടാ. അടുത്താണ് വെലോസിറ്റി അല്ലെ. വെലോസിറ്റി ഇപ്പൊ എല്ലാവർക്കും നമുക്ക് പറയാം, അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ അല്ലെ. വെലോസിറ്റി വേഗത അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ബൈ എന്താടാ, ടൈം ആണ് അല്ലെ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ഓടുന്നു ബൈ ടൈം. ഇപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണും. എടാ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ എങ്ങനെ കാണാം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അകലമല്ലേ അല്ലെ, അകലം അല്ലെങ്കിൽ അപ്പൊ അതിനെ ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, ഇത്ര നീളം എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് എന്നാണ്
അല്ലെ, ഞാൻ എത്ര വട്ടം സഞ്ചരിച്ചു, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്, എന്റെ അകലം, ഞാൻ എത്ര വട്ടം ഓടി. അപ്പൊ അതിനെ നമുക്ക് L, നമ്മൾ ഇനി ഇന്റലിജന്റ് ഉപയോഗിക്കാം. ലെങ്ത് ആണല്ലോ ഡിസ്പ്ലേസ്മെന്റിനെ അളക്കുക അല്ലെ, അതിന്റെ L, ഡയമെൻഷൻ L. ഇനി ടൈം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്, നമുക്കറിയാം ടൈമിന്റെ എന്താണ് പറ, നിങ്ങൾ പറയാ T ആണ്. S എന്നൊന്നും ആരും എഴുതി വെക്കരുത് കേട്ടാ, T ആണ് മക്കളെ, മനസ്സിലായ? എടാ നമുക്ക് S എന്നൊക്കെ വരാൻ പറ്റും അങ്ങനെ തോന്നും കേട്ടാ. ലെങ്ത്, മാസ്, ഡേ, LMT ആദ്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ലെങ്ത് എല്ലാടാ, മാസ് എമ്മാടാ, ടൈം T ആണ്. ആ ലിസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് കറന്റ് ആംബിയർ ആണ് അല്ലെ, കാൻഡില അല്ലെ, ലൂമിനസ് ആണ്, നമുക്ക് നിങ്ങൾക്ക് പഠിക്കാം അല്ലെ, ഈസിയാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ T ആണ്, S എന്ന് എഴുതരുത് കേട്ടോ, S എന്ന് എഴുതിയാൽ തെറ്റിപ്പോവും. ഇനി ഈ T മുകളിലോട്ട് വന്ന T ഇവിടെ ഓൾറെഡി പണ്ടമ്മ 1 ഉണ്ട്, മുകളിലോട്ട് വന്നാൽ എന്താ LT റൈസ് ടു -1. T അങ്ങോട്ട് വന്നാൽ T റൈസ് ടു -1, അതുകൊണ്ടാണ് L ഇൻറ്റു T റൈസ് ടു -1 എന്ന് എഴുതി, LT റൈസ് ടു -1 ആണ്. ഇനി അടുത്തതാണ് നമുക്ക് സ്പീഡ് എന്ന് പറയും. സ്പീഡ് കാണാൻ വേണ്ടിട്ട് ഒരു സാധനത്തിന്റെ സ്പീഡ് കാണാൻ നിങ്ങൾ നോർമലി ആലോചിച്ച് നോക്കേ. ഇപ്പൊ എന്റെ സ്പീഡ് കാണുകയാണെങ്കിൽ എന്താ, ഞാൻ എത്ര സ്പീഡിലാണ് പോയത് ബൈ ടൈം. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താടാ, ഡിസ്റ്റൻസ് ബൈ ടൈം. സാറാ ഈ ഡിസ്റ്റൻസ് ബൈ ടൈം കുറെ വരുന്നുണ്ടല്ലോ, റൈറ്റ് ആണ്, ഇവിടെയും വന്നു. വെലോസിറ്റിയുടെ LT റൈസ് ടു -1 ആണ്. അപ്പൊ ഷുവർ ആണ് സ്പീഡിന്റെയും എന്തെന്നെ വരിക, LT റൈസ് ടു -1 തന്നെ വരേ. അപ്പൊ കാരണം ഡിസ്റ്റൻസ് എന്താ നമ്മള് ലെങ്ത് ആണ്, ടൈം എന്താണ് T ആണ്. സോ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് വരോടാ, L ഇൻറ്റു T റൈസ് ടു -1, L ഇൻറ്റു T റൈസ് ടു -1. സെയിം മെത്തേഡ് തന്നെയാ വരിക എടാ. ഇനി ആക്സിലറേഷൻ, അടുത്താണ് നമ്മൾ പറയാൻ പോകുന്നത് ആക്സിലറേഷൻ. എടാ ആക്സിലറേഷൻ ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യടാ, ആക്സിലറേഷൻ ഇവിടെ സ്പേസ് ഇല്ല, ഓക്കെ ഞാൻ ഇവിടെ എടാ അടുത്ത് നമ്മൾ നോക്കുന്നത് ആക്സിലറേഷൻ കേട്ടോ, വളരെ സിമ്പിൾ ആടാ ആക്സിലറേഷൻ. ഓക്കെ എടാ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആണ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആക്സിലറേഷൻ പറയാൻ അങ്ങനെയാണ്, ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി നോട്ട് ചെയ്തോട്ടോ, ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ഡിവൈഡ് ബൈ, അതിൽ മാറ്റല്ലടാ നമുക്ക് ടൈം ആണ്. എപ്പോഴും താഴ്ഭാഗം എപ്പോഴും ഒരു ആക്സിലറേഷൻ കാര്യങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ താഴെ ടൈം ആണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ചേഞ്ചിങ് വെലോസിറ്റി അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി എന്നൊക്കെ പറയാം. എടാ ചേഞ്ചിങ് വെലോസിറ്റി അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി നമ്മൾ എന്താ പറഞ്ഞത്, വെലോസിറ്റി നമ്മൾ എന്താ പറഞ്ഞത്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി എന്താ, നമ്മളെ LT റൈസ് ടു -1 ആണ്. നേരത്തെ നമ്മള് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി എന്ന് പഠിച്ചോ, വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി നമ്മൾ പറഞ്ഞ എന്താടാ, LT റൈസ് ടു -1 ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താടാ, T ആണ്. ഈ T മുകളിലോട്ട് വന്നാൽ എന്ത് വരോടാ, L ഇൻറ്റു T റൈസ് ടു -1 ഇൻറ്റു T റൈസ് ടു -1 വരും. എടാ നിങ്ങൾ ആലോചിച്ച് നോക്കുക, L ഇൻറ്റു എടാ A റൈസ് ടു M ഇൻറ്റു A റൈസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഇത് ബേസിക്കലി മാത്സ് ആടാ, ശ്രദ്ധിച്ചോ. A റൈസ് ടു M ഇൻറ്റു A റൈസ് ടു N, ഈ എയും എയും ഒരേപോലത്തെ ആളാണെങ്കിൽ നമുക്ക് മാത്സിൽ എങ്ങനെ എഴുതാടാ, A റൈസ് ടു M പ്ലസ് N എഴുതാം. അതേപോലെ L റൈസ് ടു 1 ഇൻറ്റു L റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ L റൈസ് ടു ഫസ്റ്റ് 1 അല്ലേ പറഞ്ഞത്, L റൈസ് ടു 1 പ്ലസ് -1 പ്ലസും മൈനസും വന്നാൽ എന്താ അവിടെ മൈനസ് ആവും അല്ലെ. L റൈസ് ടു എന്താ അവിടെ 0 ആണ്, നമുക്ക് അവിടെ എന്ത് ചെയ്യടാ നമുക്ക് വരാം അല്ലെ. സോറി ഇവിടെ 2 -1 ആണ് അല്ലെ. ഓക്കെ ഇതിന്റെ ആൻസർ കറക്റ്റ് ആണ്. L റൈസ് ടു -1 ഇൻറ്റു L റൈസ് ടു -1 ആണല്ലോ നമുക്ക് ഇവിടെ കാണാനുള്ളത് അല്ലെ. ഇവിടെ L പകരം T ആണ്, T റൈസ് ടു -1 T റൈസ് ടു -1. ഒബ്വിയസ്ലി T റൈസ് ടു -1 പ്ലസ് -1 ദാറ്റ് ഈസ് T റൈസ് ടു പ്ലസ് മൈനസ് ഇവിടെ വന്നാൽ മൈനസ് ആവും കേട്ടോ. അപ്പൊ -1 എന്താടാ, T റൈസ് ടു -2, T റൈസ് ടു എന്താടാ -2. അപ്പൊ ഇവിടെ എന്ത് വരടാ, L ഇൻറ്റു T റൈസ് ടു -2. അതാണ് അതിന്റെ ഡയമെൻഷൻ വരിക, ഏതിന്റെ ആക്സിലറേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വെലോസിറ്റി എന്താ, സ്പീഡ് എന്താ, ആക്സിലറേഷൻ എന്താന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അടുത്തതാണ് നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് ദി ഡയമെൻഷണൽ ഫോർമുല ഓഫ് എന്താടാ, ഫോഴ്സ്, മൊമെന്റം, പവർ. നമ്മൾ ഇനി നോക്കാൻ പോകുന്നതാ ഫോഴ്സ് എന്താ, അതുപോലെ തന്നെ മൊമെന്റം എന്താ, പവർ എന്താന്നൊക്കെ നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കേടാ. സോ നെക്സ്റ്റ് മൊമെന്റം. ബിഫോർ മൊമെന്റം ഫോഴ്സ് പഠിക്കാം അല്ലെ, ഫോഴ്സ് എന്താന്ന് പറയാം, അതിനുശേഷം എന്താടാ നമുക്ക് മൊമെന്റത്തെ പറ്റിയിട്ടൊക്കെ പറയാം. ഓക്കെ സോ ഫോഴ്സ്, എടാ ഫോഴ്സ് പഠിക്കാൻ എളുപ്പണ്ടാ. F ഈക്വൽ ടു മാ, നമ്മൾ ഫ്രൂട്ടി ഒക്കെ വാങ്ങിക്കൂലേ, നമ്മൾ ഫ്രൂട്ടി ഒക്കെ വാങ്ങിക്കും,
അപ്പൊ ഫോഴ്സ് F equal to ma. ഓക്കെ, F equal to ma. പഠിക്കാൻ എളുപ്പല്ലേ? എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലെ? സോ നമ്മൾ ഓൾറെഡി പറഞ്ഞടാ, എം നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാസ് എന്താണ്? നമ്മൾ എം ആണ്, അതിൽ മാറ്റില്ല. മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എം ആണ്. MLT നമ്മൾ പറഞ്ഞു. മാസ് എം ആണ്, ലെങ്ത് എൽ ആണ്, ടൈം ടി ആണ്, MLT. എടാ ഇനി എ നമ്മൾ ഓൾറെഡി ആക്സിലറേഷന്റെ പറ്റി പറഞ്ഞിട്ടുള്ളടാ. നമ്മൾ എന്താ പറഞ്ഞത്? L ഇൻറ്റു LT റേസ് ടു -2 നമ്മൾ പഠിച്ച കാര്യമാണ്. നമ്മളിപ്പോ നേരത്തെ ഇവിടെ എഴുതിയില്ലേ, ഇപ്പൊ ലാസ്റ്റ് ചെയ്തില്ലേ, ദാറ്റ് ഈസ് ആക്സിലറേഷൻ. അത് L ഇൻറ്റു T റേസ് ടു -2 ആണ്. അപ്പൊ ഇവിടുത്തെ റിസ്ക് എന്താണ്? നമ്മൾ കണക്റ്റഡ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇപ്പൊ ഈ ആക്സിലറേഷൻ പഠിച്ച വാല്യൂ ആണ് ഇവിടേക്ക് തട്ടിക്കൊടുക്കുന്നത്. ദാറ്റ് ഈസ് L ഇൻറ്റു T റേസ് ടു -2. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഒന്നുമില്ല, MLT റേസ് ടു -2. വേറെ ഏതെങ്കിലും ഒരേപോലത്തെ ഒന്നുമില്ല. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്താടാ? MLT റേസ് ടു എന്താടാ? -2 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആടാ മൊമെന്റം. എട്ടാമത്താണ് നമ്മൾ പഠിക്കുന്നത്. എന്താടാ? മൊമെന്റം. തളരരുതിട്ട മക്കളെ, തളരരുത്. രാമൻകുട്ടി എന്ന് പറയില്ലേ, തളരരുത്. മൊമെന്റം. എടാ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താടാ? P equal to mv ആടാ. P മൊമെന്റം. സാറേ മൊമെന്റ് എം. എടാ മൊമെന്റം ഒരുപാട് സ്ഥലത്ത് എം ഉപയോഗിച്ചതുകൊണ്ടാണ് ലെറ്റർ മാറ്റി പിടിച്ചത്. P എന്ന് പറയുന്ന ലെറ്റർ. മൊമെന്റം എന്ന് പറഞ്ഞാൽ MV ആടാ. MV. ഓക്കെ, മാസിന്റെ എം ആണ്, എല്ലാവർക്കും അറിയാം എം ആണ്. V എന്ന് പറയുന്നത് എന്താടാ? നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ പഠിച്ചില്ലടാ. എവിടെ? നമ്മൾ ഇതിന്റെ മുന്നേ നമ്മൾ പഠിച്ചില്ലടാ. അതൊക്കെ നമ്മൾ പഠിച്ചില്ലടാ. ഇവിടെ ഏരിയ. നമ്മൾ നേരത്തെ വോളിയം, ഏരിയ, ഡെൻസിറ്റി, വെലോസിറ്റി ഇവിടെ ഉണ്ടാവുമല്ലോ. മിസ്സായി പോയാ വെലോസിറ്റി ഞാൻ ഇവിടെ വായിച്ചു തോന്നല്ലേ? ഓക്കെ, ഇവിടെ വെലോസിറ്റി ഞാൻ വായിച്ചു നേരത്തെ. അതായത് കാണാതെ എല്ലാവർക്കും അറിയാം മക്കളെ, എന്താണ് വെലോസിറ്റി? LT റേസ് ടു -1. സോ അത് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ MLT റേസ് ടു -1. അത്രയുള്ള ആൻസർ കേട്ടോ. MLT റേസ് ടു -1. ഇതൊക്കെ ബാക്കുമായിട്ട് കണക്ട് ചെയ്യാം. മനസ്സിലായോ? നേരത്തെ ഞാൻ വെലോസിറ്റി എഴുതി വായിച്ചടാ, നിങ്ങൾ എഴുതി കാണും. സോ ജസ്റ്റ് കണക്ട് ചെയ്യാം. എല്ലാം ബാക്കിലോട്ട് പോയിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യടാ? കണക്ട് ചെയ്യാം. ഓക്കേടാ. ഇനി എന്താടാ? മൊമെന്റം പറഞ്ഞു. ഇനി പവർ ആണ്. പവറിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. എന്താടാ പവർ? പറ മക്കളെ. പവർ എത്രാമത്തേടാ? 9ാമത്തെ നമ്മൾ പഠിക്കുന്നതാടാ പവറിനെ പറ്റിയിട്ട്. മക്കളെ പറ, പവറിനെ പറ്റി പറ. പവർ എപ്പോഴാടാ കിട്ടുക? നമുക്ക് നല്ല പവറുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? നമുക്കൊരു വർക്ക് തന്നു. എനിക്കൊരു വർക്ക് തന്നു, വേറൊരു A എന്ന് പറയുന്നത് ഞാൻ, B എന്ന് പറയുന്നത് വേറൊരാള്. 2 പേർക്ക് നമുക്ക് വർക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ നന്നായി വർക്ക് ചെയ്തു എന്നുള്ളത് നമ്മൾ എങ്ങനെ, എനിക്ക് നല്ല പവർ ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കുക? പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. നമുക്കൊരാൾക്ക് എളുപ്പം മനസ്സിലാക്കിയോ? പവർ, എനിക്ക് നല്ല പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കണം, ഞാൻ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആള്, മറ്റോ വളരെ വീക്കാ. വേഗത്തിൽ വർക്ക് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പൊ വർക്ക് ബൈ ടൈം അങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എളുപ്പടാ. വർക്ക് ബൈ ടൈം ആടാ എന്ത് നമുക്ക് ഇത് വരുന്നത്. അപ്പൊ നമുക്ക് പവർ എന്താന്ന് നോക്കാം, വർക്ക് ബൈ ടൈം എന്താണെന്ന് നമ്മൾ പറയണം. അപ്പൊ വർക്ക് എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. ഓക്കേടാ. അപ്പൊ നമുക്ക് ബിഫോർ നമ്മൾ വർക്ക് ഒന്ന് ഡിറൈവ് ചെയ്യണടാ. ഓക്കെ, വർക്ക് അത് ഇമ്പോർട്ടൻ്റ്. നമുക്ക് വർക്ക് എന്താന്നുള്ളത് നമുക്ക് പറയാം. എടാ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് കേട്ടോ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് പഠിക്കും മക്കളെ. എടാ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. എടാ ഫോഴ്സ് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തു അല്ലെ? F ഈക്വൽ ടു നമ്മൾ ഡിറൈവ് ചെയ്തത് എന്താണ്? MLT റേസ് ടു -2 നമ്മൾ ഡിറൈവ് ചെയ്തു. ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഡിസ്റ്റൻസിൽ വിട്ടു എന്നാണ്, അകലം എന്നാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ലെങ്ത് എന്ന് കൊടുത്താൽ മതി, L ആണ്. അപ്പൊ നമ്മളത് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ എന്തൂരടാ? M ഇൻറ്റു L ഇൻറ്റു L എന്തൂരടാ? L² T റേസ് ടു -2. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ? വർക്കിന്റെ എന്ത് കിട്ടൂടാ? ML² എന്ത് കിട്ടൂടാ? T റേസ് ടു -2 കിട്ടും. എടാ ഇനി ഈ കിട്ടിയ വർക്കാണ് ഇവിടെ തട്ടുന്നത്. വർക്ക് എന്താണ്? ML² T റേസ് ടു -2 ഡിവൈഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ മക്കളെ എന്താടാ? T ആണ്. ഈ T മുകളിലോട്ട് പോടാ. ഈ T മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ? മാത്തമാറ്റിക്കൽ എന്തുവാടാ? M² നോക്കടാ. ML² T റേസ് ടു -2 T റേസ് ടു -1. ഫൈനലി ML² T റേസ് ടു -2 -1 അല്ലെ? A റേസ് M പ്ലസ് N എന്ന് പറഞ്ഞാൽ അല്ലെ? -2 + -1 that is -2 - 1. അപ്പൊ എന്ത് കിട്ടൂടാ? ML²
ടി റേസ് ടു എന്ത് കിട്ടുവാടാ -3. ml² എന്ത് കിട്ടുവാടാ ടി റേസ് ടു -3 കിട്ടും. ഓക്കേടാ. അപ്പൊ നമുക്ക് പവറായി, മൊമെന്റമായി, ഫോഴ്സായി, എല്ലാം ആയി. അപ്പൊ കറക്റ്റ് നോട്ട് ചെയ്യാം. ഓരോ കാര്യങ്ങളും അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ത് ചെയ്യടാ കറക്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ മക്കളെ. നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് പ്രഷർ എന്താണ്, അതുപോലെ തന്നെ വർക്ക് എന്താന്നുള്ളതാണ്. പ്രഷർ പ്രഷർ എന്ന് പറഞ്ഞാൽ 10ാമത്തെ നമ്മൾ നോക്കുന്നത് പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബൈ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ. അതായത് എനിക്ക് നല്ല പ്രഷറിൽ, ഇപ്പൊ ഞാന് ഒരു എന്താ പറയാ ഒരു അലമാര അല്ലെ, നമ്മളെ വീട്ടിലൊരു അലമാര, ഞാൻ അലമാരയെ തള്ളിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് നീക്കുന്നു. അപ്പൊ എനിക്ക് നല്ല പ്രഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്, മർദ്ദം ഇങ്ങനെ കൊടുക്കാൻ പറ്റുക, പ്രഷർ കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷർ കൊടുക്കുക, അമർത്ത പ്രഷർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ നമ്മൾ എന്തിനാ പ്രഷർ കൊടുക്കുന്നത്? നമ്മളൊരു ഫോഴ്സ് കൊടുക്കണം അല്ലെ, നമ്മളൊരു ഫോഴ്സ് കൊടുക്കണം അല്ലെ. ആ സാധനം മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് കൊടുക്കണം, ഇത്തിരി ഏരിയയിൽ കൊടുക്കണം അല്ലെ, നമ്മളൊരു ഏരിയയിൽ നമ്മൾ കൊടുക്കണം അല്ലെ. അപ്പൊ സിംപ്ലി പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താടാ ഫോഴ്സ് ബൈ ഏരിയടാ. എന്താടാ ഫോഴ്സ് ബൈ ഏരിയടാ. ഇനി ഏരിയ എന്ന് പറയുന്നത് ഫോഴ്സ് നമ്മൾ പഠിച്ചെന്താടാ ml/(T)⁻². ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ml/(T)⁻². ആണ്. ഏരിയ നമ്മൾ ആദ്യം പഠിച്ചു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു, L/L എന്താടാ L² ആണ്. അപ്പൊ ഈ L² മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പറ മക്കളെ ml/(T)⁻² എന്തുടാ L/(2). ഓക്കേടാ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്തോ, ഇവിടെ മുകളിൽ ഒരു L, താഴെ 2 L, അത് മതി. അപ്പൊ എന്ത് കിട്ടും? mt⁻²/L കിട്ടും. അപ്പൊ ഈ L മുകളിലോട്ട് വന്നാൽ എന്ത് വരും? mt⁻²L/(2). ഓക്കെ, ആൻസർ എന്ത് കിട്ടൂടാ mt⁻²L/(1). ഈസി അല്ലടാ പ്രഷർ. ഓക്കെ എടാ, വർക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടോ, വർക്ക് നേരത്തെ പറഞ്ഞു. ഇനിയിപ്പോ പറഞ്ഞിട്ടില്ല, വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാടാ, ഗ്രാവിറ്റിയുടെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ടടാ. അപ്പൊ നമുക്ക് അതും കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയമെൻഷണൽ ഫോർമുല കാണുന്നത് നമുക്ക് തൽക്കാലം എന്ത് ചെയ്യടാ കഴിഞ്ഞു എന്ന് പഠിക്കാം. പക്ഷെ ഗ്രാവിറ്റിയുടെ എക്സാമിന് ചോദിക്കുന്നതാടാ, ഈ ഗ്രാവിറ്റി എവിടുന്നാ വരുന്നതെന്ന് അറിയോ? നമുക്ക് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് നമുക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ G(m1m2) എന്താടാ r² എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലെ. എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ F = എന്താടാ G(m1m2) എന്താടാ r² എന്നുള്ളതാണ്. അപ്പൊ മാത്തമാറ്റിക്കലി G ഇവിടെ നിർത്തി കഴിഞ്ഞാൽ, ന്യൂമറേറ്ററിൽ G നിർത്തി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ ഇവിടെ എന്ത് വരടാ, ഈ ഡിവിഷൻ എങ്ങോട്ട് വന്നാൽ ഇൻറ്റു ആണ്, ദാറ്റ് ഈസ് FR² വരും. ഓൾ ഡിവൈഡ് ബൈ ഈ m1 m2 ന്യൂമറേറ്ററിലാ, ഇത് ഇങ്ങോട്ട് വരുമ്പോ എന്താ ഡിനോമിനേറ്ററിലോട്ടാ പോവാ, ദാറ്റ് ഈസ് എന്ത് വരടാ m1 m2 വരും. അപ്പൊ ജിയുടെ ഒരു ഇക്വേഷൻ നമുക്ക് ജനറലി കിട്ടി, എന്താടാ G = എന്താടാ F × r² / m1 എന്ത് വരടാ m2. ഇത് ബേസിക്കലി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഫോഴ്സ് എന്താണെന്ന് നമ്മളിവിടെ അപ്ലൈ ചെയ്യാം. ഫോഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ml/(T)⁻² ആണ്, ml/(T)⁻² ആണ്. അത് r² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് അല്ലെ, നമുക്കറിയാം ലെങ്ത് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പൊ r² എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ലെങ്ത്, സിംപ്ലി നമുക്ക് എന്ത് പറയാം L² എന്ന് പറയാം. മാസ് എടുക്കുക നമുക്ക് എന്തായിട്ടാണ് m ആയിട്ടാണ്. അപ്പൊ 2 മാസ് ഉണ്ട് അല്ലെ, m × m. അടുത്ത സ്റ്റെപ്പിൽ എഴുതിയാലും മതി. സോ നമുക്ക് എന്ത് കിട്ടൂടാ, ഇവിടുന്ന് ഒരു m, ഇവിടുത്തെ ഒരു m തട്ടിക്കളഞ്ഞോ, അപ്പൊ ഒരു m പോയി. ഇനി ബാലൻസ് എന്താടാ ഉള്ളത്? ഇനി നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ താഴത്തുള്ള m മുകളിലോട്ട് വന്ന m⁻⁻1. പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട്? ഒരു L-ഉം L² ഉണ്ട് അല്ലെ, L-ന്റെ പവർ 1 ആണ്, ദാറ്റ് ഈസ് L × L² എന്താടാ L³ എന്ന് പറയാം. പിന്നെ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂടാ T⁻². വളരെ ഈസിയാണ്. ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രാവിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാവിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. 12 പഠിച്ചു എന്ന് പറഞ്ഞ കാര്യത്തില് 12 13 പഠിച്ചാലും എക്സാമിന് ഏറ്റവും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാവിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചോ. ഇക്വേഷൻ പഠിച്ചു വെക്കാൻ മാത്രമേ വേണ്ടുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കേടാ. സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലോടെ നമ്മൾ പോകുന്നതാടാ. അടുത്ത ടോപ്പിക്കാണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് എന്താടാ ഹോമോജിനിറ്റി എന്ന് പറയും. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഓക്കെ,
സോ കുറെ പേർക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ടെൻഷനാകും. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി സാർ? ഇതൊന്നും എന്റെ തലയിൽ കയറുന്നത്, കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ നിന്ന് വന്നതാണ്. A+ ഒക്കെ ഉണ്ട്, പകുതി A+ ഉണ്ട്, അല്ലെങ്കിൽ ഫുൾ A+ ഉണ്ട്. പക്ഷെ എനിക്കിതൊന്നും പേര് കേൾക്കുമ്പോൾ പേടിയാണ്. കാരണം പേര് നിങ്ങൾ മെയിൻ ചെയ്യണ്ട, അത്രേ ആവശ്യമുള്ളൂ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്: ദ ഡയമെൻഷൻസ് ഓഫ് all the term on the two sides are the same equation. അതായത് എക്സാമിന് നമ്മളോട് ഇതാണ് ഇതിലെ ഏറ്റവും പവർഫുൾ ടോപ്പിക്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ ചാപ്റ്ററിലെ വലിയ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ സെക്ഷനാണ്. വലിയ ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചാൽ വലുതൊന്നല്ല, സിമ്പിൾ ആണ്. 2 മാർക്ക് 3 മാർക്കിന് ചോദിക്കും, 3 മാർക്കോ എക്സാമിന് ചോദിക്കും കേട്ടോ. അത്രയും സിമ്പിൾ ആണ്, ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. The dimension of all the terms on the two sides are the same equation. അതായത് നമുക്ക് ഒരു ഇക്വേഷൻ തരുവാ, നമുക്കിപ്പോ എന്താ പറയാ, ഹാഫ് mv² എന്തെങ്കിലും ഒരു ഇക്വേഷൻ, ഒരു LHS ഉം RHS ഉം, വോളിയം ഈക്വൽ ടു ഹാഫ് ഏരിയ ഈക്വൽ ടു എന്തെങ്കിലും LHS ഉം RHS ഉള്ള ഒരു ഇക്വേഷൻ തരും. ആ ഇക്വേഷൻ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ v equal to u plus at എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഇത് മാത്രമല്ല, അങ്ങനെ കുറെ ഉണ്ട്, ഞാൻ ഇവിടെ കാണിച്ചു തരാം. v equal to u plus at, half mv² equal to mgh, അതുപോലെ t equal to 2π√, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2π√L/g, അതുപോലെ g സ്മോൾ ലെറ്റർ g equal to gm/r². എടാ അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. ഇതാണ് ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളത്. വളരെ വളരെ ഈസി ആടാ, വളരെ വളരെ ഈസിയാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാല് അതിന്റെ LHS പാർട്ടും ലെഫ്റ്റ് പാർട്ടും RHS പാർട്ടും ഡയമെൻഷൻസുകൾ എന്താവണ്ടാ, രണ്ട് സൈഡിലും ഡയമെൻഷൻ സെയിം ആണ്. അപ്പൊ ഇവിടെ L² ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെ ആവണം, L² ആണോ. അങ്ങനെ L² ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് DC ആണെന്ന് പറയാം. അതായത് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാം. LHS ഉം RHS ഉം ഈക്വൽ ആണെന്ന് സിംപ്ലി പറയാം. അത്രയേ ഉള്ളൂ. നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിച്ചതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ സിംപ്ലി ഒരു ലിമിറ്റേഷൻ മാത്രമേ ഉള്ളൂടാ. അത് വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് പഠിക്കാൻ എളുപ്പമാണ്. അത് നിങ്ങളെ തലമത് കയറും, വേഗം കയറും. 2 നോട്ട് ചെയ്ത് വെച്ചാൽ മതി, മനസ്സിലായ. ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടിലോട്ടാണ് പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക, നമുക്ക് നോക്കാം കേട്ടാ. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഡയമെൻഷൻസ് ഓഫ് ഓൾ ദി ടേം ഓഫ് ടു സൈഡ്സ് ആർ ദി സെയിം ഇക്വേഷൻ, ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എക്സാമിന് ചോദിക്കുകയാണ് വാട്ട് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്നൊക്കെ ചോദിക്കാൻ ഒരു ചാൻസ് ഇല്ലായികയില്ല കേട്ടാ, ഇല്ലായികയില്ല. അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, LHS ഉം RHS ന്റെ ഡയമെൻഷൻസ് സെയിം ആണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്താൽ മതി. നിങ്ങൾക്ക് ഡെഫിനിഷൻ എഴുതാം, മനസ്സിലായ. ദ ഡയമെൻഷൻസ് ഓഫ് LHS ആൻഡ് RHS ആർ സെയിം എഴുതിയാൽ മതി. ഡയമെൻഷൻസ് ഓഫ് LHS ആൻഡ് RHS ആർ സെയിം, ദെൻ എന്ത് പറയാ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണെന്ന് പറയാം, മനസ്സിലായ. അങ്ങനെയെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓർത്താൽ മതി, കാണാപാഠം പഠിച്ചില്ലെങ്കിൽ ആവശ്യമില്ല. ഓക്കെ, ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് വരിക, നമുക്ക് ചെക്ക് ദി ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ എന്ന് പറയും. v equal to u plus at നമുക്ക് തരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഡയമെൻഷനലി കറക്റ്റ് ആണോ, ഇതിന്റെ LHS പാർട്ടും RHS പാർട്ടും കറക്റ്റ് ആണോ ഇല്ലേ എന്ന് നമ്മളാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ v equal to u plus at ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എടാ v എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം വെലോസിറ്റിന്റെ LHS പാർട്ട് എന്താ, LT raised to -1. സാറേ LT raised to -1 എങ്ങനെ കിട്ടും, പണിപാളി. അപ്പൊ നമ്മള് പണിപാളിയ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആടാ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അകലമാടാ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അകലം എന്ന് പറഞ്ഞാൽ എന്താ, പറ മക്കളെ. അകലത്തെ എന്താണ്, LLA അല്ലേ, LLA. ടൈം നമ്മൾ എന്താടാ പറയാ, TLA. ടി മുകളിലോട്ട് വന്നാൽ എന്താടാ, LT raised to -1 അല്ലേ. ഇങ്ങനെയെങ്കിലും നമ്മൾ പിന്നെ കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ നമ്മൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പഠിക്കണം മക്കളെ, LT raised to -1. അതിനാണ് ഇതിന്റെ മുന്നത്തെ സ്റ്റെപ്പിൽ കണക്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ LT raised to -1 ആടാ. LT raised to എന്താടാ, -1 ആണ്. അതുപോലെ തന്നെ u എന്ന് പറഞ്ഞാൽ എന്താടാ, ഇത് v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആടാ. ഇനീഷ്യൽ വെലോസിറ്റി ആണ്. v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി വന്നാലും അത് എന്ത് തന്നെയാടാ, LT raised to -1 എന്ന് പഠിക്കാം. ഓക്കെ, പ്ലസ് അല്ലെങ്കിൽ സിംപ്ലി ഈക്വൽ. അപ്പൊ സാർ എന്താ സാറ് പ്ലസ് ഒക്കെ മാറ്റി സാർക്ക് തലക്ക് വട്ടായ സാർ പിടിച്ച് ഈക്വൽ ആക്കുന്നത്, ഇനിയിപ്പോ പ്ലസ് എഴുതി പ്രോബ്ലം കേട്ടോ, പ്ലസ്. എടാ അതുപോലെ തന്നെ AT കൂടെ നമ്മൾ നോക്കണം. എടാ A എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സിലറേഷൻ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആക്സിലറേഷൻ എന്താ, LT raised to എന്താടാ, -2 ആടാ. അപ്പൊ ആക്സിലറേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാ LT raised to -2 ആണ്. ഇനി ടി ടൈം തന്നെയാണ്, ടി തന്നെയാണ്. ടൈം എന്താടാ, ടി തന്നെയാണ്. സോ ഫൈനലി LT raised to -1 is equal to LT raised to -1
പ്ലസ് എന്താടാ എൽ ഇൻറ്റു ടി റേസ് ടു മൈനസ് 2 പ്ലസ് 1. സാർ അതൊക്കെ ഇങ്ങനെ വന്നത് ഈ ടൈയുടെ മണ്ടമ്മ 1 ഉണ്ട്. അപ്പൊ ടി റേസ് ടു മൈനസ് 2 രണ്ടും സെയിം അല്ലേ? അപ്പൊ മൈനസ് 2 പ്ലസ് 1 ആഡ് ചെയ്യാം. അപ്പോ ഫൈനലി ഇത് അത് തന്നെ പ്ലസ് എന്താ മൈനസ് 2 പ്ലസ് 1 എന്താടാ മൈനസ് 1 ആണ്. അപ്പൊ നിങ്ങൾ നോക്കി നോക്കുക എല്ലായിടത്തും എന്താ വരുന്നത് എൽ ടി റേസ് ടു മൈനസ് 1 എൽ ടി റേസ് ടു മൈനസ് 1. സാറേ ഇവിടെ പ്ലസ് ആണോ? ഇവിടെ ആക്ച്വലി നമുക്ക് ഉദ്ദേശിക്കുന്നത് ഈക്വൽ എന്നുള്ളതാണ്. 3 സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. ഈ പാർട്ടും സെപ്പറേറ്റ് ആണ് കൺസിഡർ ചെയ്യുക. എല്ലാ പാർട്ടും എന്താടാ എൽ ടി റേസ് ടു മൈനസ് 1 ആണ്. അതുകൊണ്ട് ഇക്വേഷൻ എന്താണ്? therefore the equation is dimensionally correct. ഡയമെൻഷനിൽ ഇതിന്റെ LHS മാർജസും എന്താടാ കറക്റ്റ് ആണ്. എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ് v equal to എന്താടാ u plus at എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നു. അടുത്ത് നമുക്ക് നോക്കാം. ചെക്ക് ദി ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ. ഹാഫ് mv സ്ക്വയർ ഈക്വൽ ടു mgh എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഹാഫ് mv സ്ക്വയർ ഈക്വൽ ടു mgh എങ്ങനെ നോക്കാടാ? വളരെ ഈസി ആടാ. പക്ഷെ ബേസിക്കലി mgh നിങ്ങൾ ചിന്തിക്കേണ്ടത് എവിടെയെന്ന് അറിയോ? mgh നമ്മൾ എന്ന് പറയുന്നത് എന്താടാ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മനസ്സിലായ? അതായത് ആക്ച്വലി പൊട്ടൻഷ്യൽ എനർജിയാണ് mgh, ദാറ്റ് ഈസ് PE. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ എടാ, എനർജി എന്ത് വന്നാലും അത് ഇമ്പോർട്ടന്റ് ആടാ. അത് നമ്മൾ വർക്ക് അല്ലെങ്കിൽ എനർജി രണ്ട് ബോത്ത് ആർ സെയിം. എടാ വർക്ക് എന്ന് വിളിക്കാം, ഈ വർക്കിനെ നമുക്ക് എന്ത് വിളിക്കാം? എനർജി എന്ന് വിളിക്കാം. നമ്മൾ നേരത്തെ വർക്ക് എന്ന് എഴുതിയില്ലേ, ഈ വർക്കിനെ എനർജി എന്ന് വിളിക്കാം. എടാ എന്ത് എനർജി വന്നാലും കൈനറ്റിക് എനർജി ആവട്ടെ, പൊട്ടൻഷ്യൽ എനർജി ആവട്ടെ, വർക്ക് ആവട്ടെ, എനർജി ആവട്ടെ, അപ്പൊ നമ്മൾ വർക്കിനെ കണ്ടുപിടിച്ച് നമ്മൾ നേരത്തെ ഇക്വേഷനിലെ അത് നമ്മൾ പഠിച്ചു വെക്കണ്ട. എന്താണ്? ml സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. എന്താടാ ml സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. അപ്പൊ നിങ്ങൾ mgh കാണാൻ പോണമെന്നില്ലടാ. ഈ എനർജിയിൽ എന്ത് ചെയ്യണം എല്ലാത്തിനും നിങ്ങൾ പഠിച്ചു വെച്ചോ. എന്ത്? ml സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. അത് നമ്മൾ വർക്കിൽ നമ്മൾ ഡിറൈവ് ചെയ്തടാ. വർക്ക് അല്ലെങ്കിൽ എനർജി ബോത്ത് ആർ സെയിം. ml സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. അപ്പൊ ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താടാ? ml സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ആണ് നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ എന്ത് എനർജി ആണെങ്കിലും അതാണ്. എടാ കോൺസ്റ്റന്റ് വരുമ്പോൾ മെയിൻ ചെയ്യരുത്, കോൺസ്റ്റന്റിനൊക്കെ ഒഴിവാക്കുക. കോൺസ്റ്റന്റ് ഒന്നും വേണ്ട. മാസ് എന്ന് പറഞ്ഞാൽ m ആണ്. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എൽ ടി റേസ് ടു മൈനസ് 1 ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് എൽ ടി റേസ് ടു മൈനസ് 1 അതിന്റെ 2 പവർ 2. അപ്പൊ എന്ത് വരടാ? m അതുപോലെ എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 1 ഇൻറ്റു 2 എന്താടാ? മൈനസ് 2 അല്ലെ? മാക്സിൽ എന്താടാ? മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2. സോ രണ്ട് സൈഡിലും എന്താടാ? ml സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. അപ്പൊ നമുക്ക് എന്ത് പറയാം? DC ആണെന്ന് പറയാം. ദാറ്റ് ഈസ് ഡയമെൻഷനലി കറക്റ്റ് ആണ്. therefore നേരത്തെ എഴുതിയ പോണതിൽ നിങ്ങൾ എഴുതിക്കോ. ഡയമെൻഷനലി എന്താടാ? LHSഉം RHSഉം എന്താടാ? കറക്റ്റ് ആണ്, ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ മക്കളെ, സോ അടുത്ത സെക്ഷനിലോട്ട് പോവാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. T ഈക്വൽ ടു എന്താടാ? T ഈക്വൽ ടു 2π റൂട്ട് L ബൈ ജി. എല്ലാവർക്കും പേടിയാണ് റൂട്ട് ഇതൊക്കെ കാണുമ്പോഴത്തേന്, ചെറിയ ടെൻഷനൊക്കെ എല്ലാവർക്കും പ്രശ്നം വരണ്ട. വളരെ ഈസിയാണ്. സോ T ഈക്വൽ ടു 2π റൂട്ട് L ബൈ ജി എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ എടാ, നമ്മൾ മാത്തമാറ്റിക്കലി ബേസിക്കലി നമ്മൾ ഒരു കാര്യം പഠിക്കണടാ. ഫസ്റ്റ് നമ്മള് റൂട്ട് കളയണം അല്ലെ? റൂട്ട് കണ്ടാൽ റൂട്ട് കളയാൻ എല്ലാവർക്കും അറിയാടാ. എന്ത്? സ്ക്വയർ ചെയ്യുക അല്ലെ? സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്. മാത്തമാറ്റിക്സ് റൂൾ ആണ് അടുത്ത് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെയും സ്ക്വയർ അപ്ലൈ ചെയ്യുക, ഇവിടെയും സ്ക്വയർ അപ്ലൈ ചെയ്യാം അല്ലെ? പിന്നെ ഇവിടെയും ഉണ്ട്, എവിടെയൊക്കെ കാണണം അവിടെയൊക്കെ സ്ക്വയർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ആഗ്രഹിച്ച പോലെ സ്ക്വയറും റൂട്ടും കട്ടാവും അല്ലെ? സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടോടാ? സിംപ്ലി ടി സ്ക്വയർ ഈക്വൽ ടു 2ന്റെ സ്ക്വയർ 4 ആണ്. പൈ സ്ക്വയറും റൂട്ടും വെട്ടിക്കഴിഞ്ഞാൽ അത് പോയി. പിന്നെ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? എൽ ബൈ ജി എന്ന് പറയുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? എൽ ബൈ ജി മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം ഇവിടുത്തെ റൂട്ട് പോയി. ഓക്കെ, ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. കാരണം ഇതിന്റെയൊക്കെ വാല്യൂ നമ്മൾ കൊടുക്കുന്നതോട് കൂടെ നമുക്ക് എന്താടാ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് കോൺസ്റ്റന്റിനെ ഒഴിവാക്കാം, 4π² ഒഴിവാക്കാം അല്ലെ? 4 കോൺസ്റ്റന്റ്, പൈ കോൺസ്റ്റന്റാ. സോ എൽ ബൈ ജി മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. എന്ത് എഴുതാന്? ഡയമെൻഷൻ എഴുതാൻ വേണ്ടി. കോൺസ്റ്റന്റിന് നമ്മൾ ആവശ്യമില്ലടാ. ഇനി ടൈമിന്റെ എല്ലാവർക്കും പറയാം T4 ടൈം ആണ്, T തന്നെയാണ്. സോ T സ്ക്വയർ LHS ഡയമെൻഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി RHS ഡയമെൻഷൻ കിട്ടാൻ വേണ്ടിട്ട് L എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാടാ. ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താടാ? പറ മക്കളെ, ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താടാ? നമ്മള് ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആണ് അല്ലെ? എല്ലാവർക്കും അറിയാം അല്ലെ? ഇനി ഗ്രാവിറ്റിയുടെ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചടാ. ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ എന്താന്ന് നമ്മൾ പഠിച്ചു. എന്താടാ? L ഇൻറ്റു ടി റേസ് ടു മൈനസ് 2 ആണ്. L ഇൻറ്റു ടി റേസ് ടു മൈനസ് 2 ആണ്. സോ ഒബ്വിയസ്ലി L എന്താടാ? ക്യാൻസൽഡ് ആവും. ഫൈനലി
ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പറ മക്കളെ 1/t⁻². t⁻² മുകളിലോട്ട് പോയാൽ എന്താടാ പറടാ ടി സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാടാ DC ആണ്. ഡയമെൻഷനലി എന്താടാ ആക്ച്വലി ഇത് എന്താടാ കറക്റ്റ് ആണെന്ന് ക്ലിയർ ആയി. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? സോ ഫൈനൽ വണ്ണിലോട്ടാണ് നമ്മൾ പോകുന്നത്. ചെക്ക് ദി ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻ. സ്മോൾ ലെറ്റർ g = gm/ എന്താടാ r² ആണ്. സോ ഗ്രാവിറ്റിയുടെ ഓൾറെഡി ഇക്വേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാ. നമുക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ സാധനം LT⁻². ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ ഗ്രാവിറ്റി. ഗ്രാവിറ്റി g നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നമ്മൾ നേരത്തെ ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ വെച്ചിട്ട് ഓൾറെഡി കണ്ടതാണ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് gm ആണ്. അപ്പൊ g എന്ന് പറയുന്നത് എന്താടാ ഗ്രാവിറ്റി ആണ് അല്ലെ. ഇത് അങ്ങോട്ടൊന്നും മാറരുതിട്ടാ. ഈ g എന്ന് പറഞ്ഞാൽ എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അത് LT⁻² ആണ്. മനസ്സിലായില്ലേ? ഇനി ക്യാപിറ്റൽ ലെറ്റർ g എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. രണ്ടും രണ്ടാണ് കേട്ടോ. സ്മോൾ ലെറ്റർ ജിയും ക്യാപിറ്റൽ ലെറ്റർ ജിയും വ്യത്യാസമുണ്ട്. സ്മോൾ ലെറ്റർ g എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ദാറ്റ് ഈസ് LT⁻². ഇനി ക്യാപിറ്റൽ ലെറ്റർ g നമ്മൾ നേരത്തെ മുന്നേ കണ്ടതാണ്. g = നമ്മളെ g അല്ലെ ഫോഴ്സിന്റെ g ഇൻറ്റു നമ്മൾ പഠിച്ചില്ലേ ആ ഗ്രാവിറ്റേഷണൽ g കോൺസ്റ്റന്റ്. ആ g ആണ്. ആ ജിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ വലുതായിട്ട് നമ്മൾ പഠിച്ചതാണ്. എന്ത് m⁻². നമ്മൾ നേരത്തെ അടിപൊളിയിൽ പഠിച്ചെന്താണ് m⁻⁻1 L³ T⁻² എന്ന് നമ്മൾ പഠിച്ചു. m⁻⁻1 L² T⁻² എന്താടാ -2. ഇനി m എന്ന് പറഞ്ഞാൽ മാസ് ആണ്. അത് എന്ത് തന്നെയാണ് m തന്നെയാണ്. ഓൾ ഡിവൈഡഡ് ബൈ റേഡിയസ് r ലെങ്ത് ആണ്. അപ്പൊ അതുകൊണ്ട് അതെന്താണ് ലെങ്ത് L² ആണ് വരിക. ഒറ്റയടിക്ക് ഞാൻ L² എഴുതിയിട്ടുണ്ട് കേട്ടോ. സോ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യടാ ആൻസർ കിട്ടും. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എല്ലാരും. അപ്പൊ L² L³ കട്ട് അടിക്കും. ഇവിടെ L² L³ കട്ടായി. പിന്നെ m⁻⁻1 m ഇവിടെ പവർ 1 ഉണ്ട്. അപ്പൊ അത് ക്യാൻസൽ ആവും അല്ലെ. m⁻⁻1 + 1 ആയിട്ട് അത് ഓട്ടോമാറ്റിക് ക്യാൻസൽ ആവും. പിന്നെ അവിടെ ഒരു L ഉണ്ടടാ. പിന്നെ T⁻² ഉണ്ട്. അപ്പൊ ഇത് -1 + 1 0. ദാറ്റ് ഈസ് m⁻0 LT⁻². എനിത്തിങ് പവർ 0 1 ആണ്. സോ ഫൈനൽ ആൻസർ എന്താടാ LT⁻² ആണ്. LHS കിട്ടാ. RHS എന്തിനാടാ അല്ലെ. LHS സെയിം ആണ്, RHS സെയിം ആണ്. LT⁻² ആണ് LHS. RHS നമുക്ക് എന്ത് കിട്ടിയടാ LT⁻² ആണ്. വളരെ ഈസി. അപ്പൊ നമുക്ക് എന്ത് പറയടാ ഇതും DC ആണ്. ഡയമെൻഷനലി എന്താടാ ഇതും കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കേടാ. അത് എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുവർ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഓക്കെ എടാ ചാപ്റ്റർ കഴിഞ്ഞടാ. ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനലൈസിസ് എക്സാമിന് ചിലപ്പോ നിങ്ങളോട് ചോദിക്കാം. ചിലപ്പോ ലിമിറ്റേഷൻസ് ആടാ. എടാ ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രടാ. ഇതിൽ ഇത്രയേ ഉള്ളൂ. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ചെക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ മോർ ദാൻ അപ്പൊ അതിന്റെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ അപൂർവങ്ങളിൽ ഇത് വരുള്ളൂ കേട്ടോ. വലിയ പ്രയോജനം കൊടുത്ത് പഠിക്കണ്ട, കാണാതെ പഠിക്കണ്ട. പഠിച്ചു വെച്ചോ ജസ്റ്റ്. ഇറ്റ് ഈസ് ഫെയിൽസ് വെൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി കണ്ടെത്തുന്നതിൽ ഇതെന്താണ് ഫെയിലിയർ ആണ്. മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫൈൻഡ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റാണ്. ടു ഫെയിൽ വെൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതുപോലെ പിന്നുള്ളത് എന്താ വെച്ചാൽ വി കനോട്ട് ഡിറൈവേറ്റ് ഫോർമുല കണ്ടെയ്നിങ്. നമ്മളെ മാത്സിന്റെ കുറെ കാര്യങ്ങൾ ഉണ്ടടാ. അതായത് ഫംഗ്ഷൻസുകള്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസുകൾ, അതായത് ലോഗരിതമിക് ഫംഗ്ഷൻസുകൾ, അതുപോലെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസുകൾ. അപ്പൊ ഇത്രയും ഫംഗ്ഷൻസുകൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഫോർമുല ഡിറൈവ് ചെയ്യുന്ന കേസ് ഒക്കെ എന്താണ് ഇത് ഫെയിലിയർ ആണ്. അപ്പോൾ അത്രയും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം എന്നില്ല. രണ്ടെണ്ണം ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഒന്നാമത്തെ എന്താണ് വേണമെങ്കിൽ നോട്ട് ചെയ്താൽ ഞാൻ പറയാം. ഇറ്റ് ഫെയിൽസ് when the physical quantity depends on more than 3 physical quantity. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. we cannot derive formula containing like trigonometric function, logarithmic function, exponential function. അപ്പൊ ഇത്രയും ഫംഗ്ഷൻസ് ഒക്കെ അടങ്ങിയ ഒരു ഫോർമുല ഉണ്ടാവും. ആ ഫോർമുലയുടെ ഡയമെൻഷൻസ് ചെക്ക് ചെയ്യുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാർജസും ചെക്ക് ചെയ്യുന്നതിലൊക്കെ എന്താണ് ഇത് ഫെയിലിയർ ആണ്. അങ്ങനത്തെ ഒന്നും നമുക്ക് എന്താണ് ഫെയിലിയർ ആണ്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ലീവ് ചെയ്താലും കുഴപ്പമില്ലടാ. അതല്ലാത്ത എല്ലാ ടോപ്പിക്കും നമുക്ക് 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. 2 പാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് ഉറപ്പാണ് ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇതെല്ലാം ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇനി വരാനില്ലടാ. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ വർഷത്തെ എക്സാമിന് ഫുൾ മാർക്ക് കിട്ടും. ക്ലാസ് കാണാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യണം, സാർക്ക് ഒരു ലൈക്ക് അടിക്കാം.
നിങ്ങളുടെ ലൈക്കാണ് സാറിന്റെ പ്രചോദനം, വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. നിങ്ങൾ ലൈക്ക് അടിക്കാതെ പോയി കഴിഞ്ഞാൽ സാറ് തണുത്ത് പോകും. നിങ്ങൾ ലൈക്ക് അടിച്ചാൽ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാൻ സാർക്ക് എന്താടാ നിങ്ങളൊരു പ്രചോദനമാണ് കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പ് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ, അതൊന്നും മറക്കണ്ട. ഓക്കേടാ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ചാപ്റ്റർ എന്ത് ചെയ്യടാ, അടിച്ച് പൊളിച്ചിട്ട് നമുക്ക് ഡെറിവേഷൻ ഒക്കെ സൂപ്പർ ആക്കടാ. സാറ് മാത്സിന്റെ കൂടെ ഒരു അധ്യാപകനാണ്, 13 വർഷമായി മാത്സിൽ കളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഫിസിക്സിന്റെ കംപ്ലീറ്റ് സെറ്റപ്പ് ഞാൻ ക്രാക്ക് ചെയ്ത് തരാം. മാത്സിലൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യടാ, ഡെറിവേഷൻ ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങളെ. ഓക്കേടാ. അടുത്ത പാർട്ടിൽ കാണാം, അടുത്ത ചാപ്റ്ററിൽ കാണാം. ഓക്കേടാ.